الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൊഫ് പൂർത്തീകരിച്ചിരിക്കണമേ എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്താം. മനുഷ്യർക്ക് ഈ ഭൂമി ലോകത്ത് ജീവിക്കണമെങ്കിൽ ഭക്ഷണപാനീയങ്ങൾ അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായി നല്ലതും ഉപകാരമുള്ളതുമായ എല്ലാ ഭക്ഷണവും മനുഷ്യർക്ക് അനുവദനീയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ 157-ാമത്തെ ആയത്തിൽ വയുഹല്ലു ലഹുമത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നല്ല വസ്തുക്കൾ അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 168-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന കാര്യം യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയമായതും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അടിസ്ഥാനപരമായി 2 കാര്യമാണ്. 1 അനുവദനീയമാകണം, 2 വിശിഷ്ടമാകണം, ഹലാലും ത്വയ്യിബുമാകണം എന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ശൈത്താനെ കുറിച്ചാണ്. ശൈത്താൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു എന്നാണ്. ഈ 2 ആയത്തുകളിലും പഠിപ്പിക്കപ്പെടുന്ന വസ്തുത എന്താണ്? വിശിഷ്ടമായതും അനുവദനീയമായതും എന്നാൽ വിശിഷ്ടമായതും അനുവദനീയമായതും എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലുള്ള സസ്യങ്ങൾ, പഴങ്ങൾ, മാംസം എന്നിവയിൽ വിശിഷ്ടമായതും മ്ലേച്ഛമല്ലാത്തതുമായ എല്ലാം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നാണ്. ഹലാലും ത്വയ്യിബുമായത്. പ്രിയമുള്ളവരെ, ഭൂവിഭവങ്ങളിൽ പ്രത്യേകം വിരോധിക്കപ്പെട്ടതോ ദോഷകരമായതോ അല്ലാത്ത വസ്തുക്കളെല്ലാം മനുഷ്യർക്ക്, വിശിഷ്യ മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്. ദീനിന്റെ വ്യക്തമായ വിലക്കില്ലാത്തതും മ്ലേച്ഛവും ഉപദ്രവകരമല്ലാത്തതുമായ വസ്തുക്കളെല്ലാം തന്നെ ഭക്ഷിക്കുന്നതിന്, കഴിക്കുന്നതിന് ഇസ്ലാമിന്റെ വിധിയിൽ ഇസ്ലാമിൽ പൊതുവെ വിരോധമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല അനുവദിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വസ്തുക്കളിൽ നിന്നാണ് നാം ഭക്ഷിക്കേണ്ടത് എന്ന്
അല്ലാഹു തആല പ്രവാചകന്മാരോടും മുഅ്മിനീങ്ങളോടുമൊക്കെ പ്രത്യേകം നിർദ്ദേശിക്ക് നമുക്ക് കാണാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഒരായത്ത് ആ കൂട്ടത്തിൽ കാണാവുന്ന ഒന്നാണ്. 23-ാം അധ്യായം സൂറത്ത് അൽ മുഅ്മിനൂൻ 51-ാമത്തെ ആയത്ത്. എന്താണ് ഈ ആയത്തിലുള്ളത്? അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. ഓ ദൂതന്മാരെ, അല്ലയോ മുർസലിങ്ങളെ, വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സൽക്കർമ്മം നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. തീർച്ചയായും ഞാൻ അഥവാ അല്ലാഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിയുന്നവനാകുന്നു എന്നാണ്. ഈ ആയത്തിൽ കുലൂ മിനത് ത്വയ്യിബാത്തി എന്നതിനെ വിവരിക്കുന്നിടത്ത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ വല്ലഹാഖ് റഹിമഹുമുല്ലാഹു റഹ്മതൻ വാസിഅ, ഈ രണ്ട് പ്രമുഖരായ മഹാവ്യക്തിത്വങ്ങൾ പഠിപ്പിക്കുന്നത് കുലൂ മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ട വസ്തുക്കളിൽ നിന്നെന്ന് പറഞ്ഞാൽ അതായത് അൽ ഹലാൽ, ഹലാലായത് നിങ്ങൾ തിന്നുക എന്നതാണ്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 172-ാമത്തെ ആയത്തിലും അല്ലാഹു തആല പറയുന്നത്. എന്താണ് അവിടെ ബഖറ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ് ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. മുഅ്മിനുകളെ, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചുകൊള്ളുക, അള്ളാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ എന്നാണ്. അല്ലാഹു അക്ബർ കബീറ. ഇവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് വിശിഷ്ടമായത് എന്ന് പറഞ്ഞാൽ ഹലാലും ത്വയ്യിബുമായത് എന്നാണ്, അള്ളാഹു അനുവദിച്ചത് എന്നതാണ്. മഹാനായ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം. ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് മതത്തിൽപ്പെട്ടതാണെന്നാണ്. ഇസ്ലാം പൗരോഹിത്യത്തിനെതിരാണ്, സന്യാസത്തിനെതിരാണ്, അതിഭൗതികതക്കുമെതിരാണ്. ഭക്ഷിക്കുക എന്നത് മനുഷ്യന്റെ ആവശ്യമാണ്. അത് എന്തിൽപ്പെട്ടതാ? ദീനിൽപ്പെട്ടതാണ്, മതത്തിൽപ്പെട്ടതാണ്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം ഭക്ഷിക്കുക എന്നതാണ്. റബ്ബ് ഹലാലാക്കിയതാണോ ഇത് എന്നതാണ് ഏതൊരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അള്ളാഹുവും അവന്റെ റസൂലും നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. രണ്ടാമതായി, ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്നത് നമ്മളൊരു ഒരു ശീലമാക്കി എടുക്കേണ്ടത് കൂടിയാണ്. അത് ഇസ്ലാം നിഷ്കർഷിക്കുന്നതാണ്. അത് നമ്മുടെ സ്വഭാവമായി മാറേണ്ടതുണ്ട്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ അന്നാറു ഔലാ ബിഹി. ഹറാമായ സമ്പാദ്യത്തിലൂടെ വളരുന്ന മാംസം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒരുത്തൻ തിന്നുന്നത് ഹറാമാണെങ്കിൽ ആ ശരീരം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹറാമായ സമ്പാദ്യത്തിലൂടെ വളരുന്ന ശരീരത്തിന് ഏറ്റവും അർഹമായത് അന്നാറു ഔലാ ബിഹി, അത് നരകാഗ്നിയാകുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഭക്ഷണം, അത് ഹലാലും ത്വയ്യിബുമാണോ എന്നത് ഏറ്റവും പരിഗണിക്കേണ്ട വിഷയമാണ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ 14032 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാമ അൽബാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹയിൽ 2609 നമ്പറായി ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസ് സ്വീകാര്യോഗ്യമാണ്. നോക്കൂ, നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. അൽബാനി റഹ്മഹുല്ലാ സ്വഹീഹാണ് എന്ന് ഹുക്മ പറഞ്ഞ ഹദീസാണ്. എന്താണ്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുലുൽ ജന്നത ജസദുൻ ഉദ്ദിയ ബിൽ ഹറാം. ഉദ്ദിയ ബിൽ ഹറാം, ഹറാമിനാൽ പോഷണം നൽകപ്പെട്ട യാതൊരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തിന്നുന്നതിന് രുചിയുണ്ടോന്ന് മാത്രമല്ല, തിന്നുന്നത് ഗംഭീരമാണോ എന്ന് മാത്രമല്ല,
തിന്നുന്നത് ഹലാലും തൊയ്യബുമാണോ എന്നതാണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. നമ്മൾ ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ രുചിയെപ്പറ്റി സംസാരിക്കാറുണ്ട്. എന്നാൽ ഏതൊരു ഭക്ഷണത്തിലേക്ക് മുന്നിടുമ്പോഴും ഇത് ഹലാലാണോ തൊയ്യബാണോ എന്നത് പരിഗണിക്കാറില്ലെങ്കിൽ അത് അപകടകരമാണ്. നമ്മളെ മക്കളിൽ പോലും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലം അതാണ്. ഇത് ഹലാലാണോ ഹറാമാണോ, ഇത് തൊയ്യബായതാണോ നല്ലതാണോ, അള്ളാഹു അനുവദിച്ചതാണോ എന്ന ഒരു നൈസർഗികമായ, നമ്മൾ പറയില്ലേ പ്രകൃതിപരമായ തൊബിയായി അവരുടെ ജന്മന അവരുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്ത് കിട്ടിയാലും തിന്നുക, എന്ത് കിട്ടിയാലും കുടിക്കുക, ഏത് സദ്യ കണ്ടാലും പോയിരിക്കുക, എവിടെ വിളമ്പിയാലും കഴിക്കുക എന്നത് ഇസ്ലാമിക സംസ്കാരമല്ല. അത് ഹലാലാണോ തൊയ്യബാണോ എന്ന് പരിഗണിക്കേണ്ടത് അനിവാര്യമാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ സഅദ്, ഓ സഅദേ, അത്തിം മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. സഅദേ, താങ്കൾ ഭക്ഷണം നന്നാക്കുക, താങ്കൾ ഭക്ഷണം നന്നാക്കുക. കാരണം എന്താ അറിയോ, താങ്കൾ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നവനാകും. ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. ഒരുത്തന്റെ ദുആ അത് റബ്ബിങ്കിലേക്ക് ഉയർന്നു പോകാൻ, അത് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാൻ, ആ ദുആഇന് ഇജാബത്ത് ഉണ്ടാകാൻ അയാൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അവനവൻ തിന്നുന്ന ഭക്ഷണം, അവനവന്റെ ഇണയെ തീറ്റുന്ന ഭക്ഷണം, അവനവന്റെ മക്കൾക്ക് നൽകുന്ന ഭക്ഷണം അത് ഹലാലും തൊയ്യബുമാണോ എന്ന് പരിഗണിക്കേണ്ടത്. എന്റെയും നിങ്ങളുടെയും ദുആ സ്വീകരിക്കപ്പെടാൻ നമ്മുടെ ഭക്ഷണം ഹലാലാകണമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഹദീസുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ഹദീസ് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 1015 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ ഹദീസ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹി അൽ മുർസലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗൗരവത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി പറയാണ്, ജനങ്ങളെ, അള്ളാഹു നല്ലവനാണ്. ഇവിടെ നബി വിളിക്കണത് ആരറിയോ? സ്വഹാബത്തിനെയാണ്. അള്ളാഹു നല്ലവനാണ്, നല്ലതല്ലാതെ അള്ളാഹു സ്വീകരിക്കൂല. പ്രവാചകരോട് എന്താണോ കൽപ്പിച്ചത് അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് നബി പറയാണ്, ഫഖാല യാ അയ്യുഹർ റസൂലു യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. وقال يا أيها الذين آمنوا كلوا من طيبات ما رزقناكم. അല്ലാഹു തആല പറയുന്നു, ഓ റസൂലുമാരെ, വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. തീർച്ചയായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിയുന്നവനാകുന്നു എന്ന് സൂറത്തു മുഅ്മിനൂന്റെ 51 ആയത്ത്. വീണ്ടും അല്ലാഹു പറയുന്നു, മുഅ്മിനുകളെ, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അല്ലാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ എന്ന സൂറത്തു അൽ ബഖറയിലെ 172 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് കൽപ്പിക്കുന്നു. ثم ذكر الرجل. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ പറ്റി പരാമർശിക്കുകയാണ്. യുതീലു സഫറ അശ്അത അഗ്ബറ യമുദ്ദു യദൈഹി ഇല സമാ. ജടകുത്തിയ മുടിയും പൊടിപുരണ്ട ശരീരവുമായി അയാൾ ദീർഘമായി യാത്ര ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ തന്റെ 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അയാൾ പറയുന്നു, യാ റബ്ബി യാ റബ്ബ്, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്നിങ്ങനെ അയാൾ പ്രാർത്ഥിക്കാം. ശരിക്ക് പ്രാഥമികമായി നോക്കുന്നിടത്തൊരു പ്രാർത്ഥനക്ക് ഇജാബത്ത് കിട്ടാനുള്ള എല്ലാ ലക്ഷണവും അയാൾക്കുണ്ട്. മുസാഫിർ കൂടിയാണ്. എന്നിട്ട് നബി ചോദിക്കാണ്, ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام. അയാളുടെ ഭക്ഷണം ഹറാമിൽ നിന്നാണ്, അയാളുടെ പാനീയം ഹറാമിൽ നിന്നാണ്, അയാളുടെ വസ്ത്രവും ഹറാമിൽ നിന്നാണ്. ഹറാമിൽ ഊട്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ. فأنى يستجاب لذلك فأنى يستجاب لذلك. ഇത്തരമൊരു മനുഷ്യന് എങ്ങനെ ഉത്തരം നൽകപ്പെടാനാണ്? പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കൂട്ടത്തിലാണോ നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
നമ്മൾ ചോദിച്ചിട്ട് കിട്ടാത്ത പലതും ഒരു പക്ഷേ 3-4 രീതിയിലാണ് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണവും നമ്മുടെ വെള്ളവും നമ്മുടെ വസ്ത്രവും നമ്മുടെ താമസവും നമ്മുടെ ജീവിത രീതികളും ഹലാലിലാണോ അതല്ല ഹറാമിലാണോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുന്ന, അവിടത്തോട് ചോദിക്കപ്പെട്ടു, ഹൃദയങ്ങൾ ലോലമാകാൻ എന്തു വേണമെന്ന്. ഖസ്വത്തുൽ ഖൽബ് എന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ചോദിക്കാൻ. ഹൃദയം ലോലമാകണം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്. ഖസ്വത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം അങ്ങേയറ്റം അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കണം എന്തറിയോ? അദ്ദേഹം പറഞ്ഞ വിഷയം എന്തറിയോ? ഹലാൽ മാത്രം ഭക്ഷിക്കുക എന്നാണ്. അല്ലാഹു അക്ബർ. ഹലാല് മാത്രം ഭക്ഷിക്കുക. ഹൃദയം ലോലമാകാനുള്ള മാർഗം അതാണ്. മനാഖിബു അൽ ഇമാം അഹ്മദ്, അദ്ദേഹത്തിന്റെ മനാഖിബുകൾ വിശദീകരിക്കുന്നിടത്ത് കാണാൻ പറ്റും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഉൻ, 4 ഗുണങ്ങൾ, ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ, 4 ഗുണങ്ങൾ ആരിലുണ്ടോ ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അവനത് പ്രശ്നമാവില്ല. 4 ഗുണങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ അയാൾക്ക് എന്ത് കുറഞ്ഞു പോയാലും അത് അയാൾക്കൊരു പ്രശ്നമാവില്ല. ഒന്നെന്താണ്? ഹിഫ്ളു അമാനത്തിൻ വസിദ്ഖു ഹദീസിൻ വഹുസ്നു ഖലീഖത്തിൻ വഗിഫത്തുൻ ഫീ തുഅമ. വഗിഫത്തുൻ ഫീ തുഅമ, അമാനത്ത് സൂക്ഷിക്കുക. ഏറ്റവും അധികം ഇല്ലാത്തൊരു സംഗതിയാണ്. 2 സംസാരത്തിലെ സത്യസന്ധത നഷ്ടപ്പെട്ടു പോയൊരു സംഗതിയാണ്. സൽസ്വഭാവം അന്വേഷിച്ച് നടന്നാൽ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെയോ ഭക്ഷണത്തിൽ ഹറാമായത് കലരാതിരിക്കൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ ഇപ്പൊ നമ്മൾ തരിക? ജീവിതത്തിലേക്ക് വരുന്ന ഓരോ മേഖലകൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നവരാണ്. ആ അധ്വാനം ഹലാലാണോ തൊയ്യബാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വാങ്ങുന്ന ശമ്പളം ഹലാലും തൊയ്യബുമാണോ പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ മിഖ്ദാം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് عن رسول الله صلى الله عليه وسلم قال ما أكل أحد طعاما قط خيرا من أن يأكل من عمل يده. സ്വന്തം കൈ തൊഴിൽ ചെയ്ത് ഭക്ഷിക്കുന്നതിനേക്കാൾ വിശിഷ്ടമായ ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ലെന്ന്. അതായത് അവനാൻ അധ്വാനിച്ചിട്ട് അതുകൊണ്ടുണ്ടാകുന്ന സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ആ ഭക്ഷണത്തെക്കാൾ വിശിഷ്ടമായ ഒരു ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ നബി പറഞ്ഞൊരു വാക്കുണ്ട്. ഇമാം ബുഖാരി 2072 നമ്പർ ഇതൊരു ഹദീസാണ്. വഇന്ന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. നിശ്ചയമായും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെക്കുറിച്ച് പറയണം? റസൂലുള്ളാഹി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമെ കുറിച്ച്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എത്രത്തോളം ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് ഈ വിഷയത്തെ എന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹദീത്തുകളുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ വല്ലാതെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം അത്രയും മനുഷ്യരായ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്. ഒരു കാലത്ത് ഉമ്മയും ഉപ്പയും തന്നതായിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അധ്വാനിക്കുകയാണ്. ഇപ്പൊ നമ്മളെ മക്കളെ പോറ്റാണ്. എന്നാൽ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അവർ ശരിക്കും ആലോചിക്കേണ്ടതുണ്ട്. കാരണം അതിന്റെ ഉറവിടം എവിടുന്നാണ്, അത് ഹലാലും തൊയ്യബുമായതാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളോട് ഇങ്ങനെ ചോദിച്ചാൽ, ആരാണ് മനുഷ്യർക്ക് വിശപ്പടക്കാനും മനുഷ്യരുടെ പ്രയാസങ്ങൾ നീക്കാനും ആവശ്യമായ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ പറയും അല്ലാഹു ആണ്. ആരാണ് ഉപരിലോകത്ത് നിന്ന് ശുദ്ധമായ വെള്ളം മഴയാക്കി ഇറക്കി തരുന്നത്? അല്ലാഹുവാണ്. സമുദ്രങ്ങളുടെയും നദികളുടെയും സ്രഷ്ടാവാരാണ്? അല്ലാഹുവാണ്. കിണറുകൾ കുഴിക്കുമ്പോൾ, കുഴൽ കിണർ കുത്തുമ്പോൾ വെള്ളം കിട്ടുന്ന തരത്തിൽ ഭൂമിക്കുള്ളിൽ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? ഒറ്റൊത്തരേ ഉള്ളൂ, അല്ലാ അല്ലാ അല്ലാ.
എല്ലാത്തരം കൃഷി വിഭവങ്ങളും മനുഷ്യന്റെ പ്രയത്നഫലമാണെങ്കിലും അവ മുളക്കുന്നതും വളരുന്നതും വിളയുന്നതുമൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അല്ലാഹു അക്ബർ. ഇത് നമ്മളൊക്കെ അംഗീകരിക്കണ യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ മുളച്ച് വളർന്ന് തളിർത്ത് നാം സ്വീകരിച്ച് നാം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഇവകളോടുള്ള നമ്മുടെ സമീപനം, അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. എന്ത്? ഭക്ഷണം ഹലാലാകണം, അതിന് അള്ളാഹിനോട് നന്ദി കാണിക്കുകയാണ്. ഒന്ന്, ഹലാലും തൊയ്യിബാണോ എന്നുള്ളതാണ്. രണ്ട്, നാം കഴിക്കുന്നതിന് അള്ളാഹിനോട് നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്. റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലെ 80-ാം അധ്യായം അതിന്റെ 24 മുതൽ 32-ാമത്തെ ആയത്ത് വരെ പഠിപ്പിക്കുന്ന ഒരു വസ്തുത ഉണ്ട്. അതെന്നറിയോ? ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ പറ്റി ചിന്തിച്ചു നോക്കട്ടെ. റബ്ബ് അതിന്റെ കുറെ പ്രൊസീജിയറുകൾ പറഞ്ഞു കൊടുക്കാം. നാം ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞു കൊടുത്തു. പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി. എന്നിട്ട് നാം അതിൽ ധാന്യം മുളപ്പിച്ചു. മുന്തിരിയും പച്ചക്കറികളും ഒലീവും ഈന്തപ്പനയും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും പുല്ലും എല്ലാം അല്ലാഹു ഉണ്ടാക്കി. എന്തിനാണത്? മതാഅൻ ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. പ്രിയമുള്ളവരെ, ഇതിലേതെങ്കിലും ഒന്നിൽ മനുഷ്യർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ല. ഇതിലൊന്നിലും മനുഷ്യർക്കൊരു പങ്കുമില്ല. അല്ലാഹു തആല ചോദിക്കുന്നത് അതാണ്. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅ فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون. അഥവാ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും ചെയ്തവനാരാണ്? എന്നിട്ട് അത് മുഖേന കൗതുകമുള്ള ചില തോട്ടങ്ങൾ നാം മുളപ്പിക്കുകയും ചെയ്തു. അവയിലെ വൃക്ഷങ്ങൾ മുളപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അള്ളാഹുവോടൊപ്പം വേറെ വല്ല ഇലാഹുമുണ്ടോ? അല്ല, അവർ വ്യതിചലിച്ചു പോകുന്നൊരു ജനതയാകുന്നതാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചിട്ടെന്താ? ആ ഭക്ഷണത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതിനാൽ ഉടമസ്ഥനായ അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലാകണം അത് നേടിയെടുക്കേണ്ടതും, തൃപ്തിപ്പെട്ട രീതിയിലാകണം അത് ഉപയോഗിക്കേണ്ടതും. നേടുന്നിടത്തും അള്ളാന്റെ തൃപ്തി വേണം, അത് ഉപയോഗിക്കുന്നിടത്തും അള്ളാന്റെ തൃപ്തി വേണം. അത് വല്ലാത്തൊരു വിഷയം. അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നവരാകണം. അതുകൊണ്ട് റബ്ബ് പറഞ്ഞത് കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹ്. സൂറത്തു സബഇന്റെ 15-ാമത്തെ ആയത്ത്. നിങ്ങളുടെ റബ്ബ് തന്ന റിസ്ഖിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും പിന്നെ നിങ്ങൾ കാണിക്കേണ്ടത് എന്താ? അവനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. കഴിക്കുന്ന ഭക്ഷണം റബ്ബിന്റേതാണ്, നന്ദി കാണിക്കേണ്ടതുണ്ട്. അത് ഉണ്ടാക്കുന്നിടത്ത് ഹലാലു തൊയ്യിബായിരിക്കണം. അത് ചെലവഴിക്കുന്നിടത്തും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരാകണം. അല്ലാത്ത വാക്കുകളാണ് അതൊക്കെ. ഇതിങ്ങനെ വായിച്ച് നമ്മൾ പോണ വാക്കുകൾ അതൊക്കെ. പക്ഷെ നമ്മൾ പലപ്പോഴും അതങ്ങനെ ഒരു വായിച്ചു പോകുന്നു. കേൾക്കാൻ രസമുണ്ടോ രസമല്ലേ എന്നതിനപ്പുറത്തേക്ക് ജീവിതവുമായി അതെത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഒരായത്തുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. സൂറത്ത് യാസീൻ അതിന്റെ 35-ാമത്തെ ആയത്തിൽ കാണാം, ലിയകുലൂ മിൻ സമരിഹി വമാ അമിലത്തുഹു ഐദീഹിം അഫലാ യശ്കുറൂൻ. അതിന്റെ ഫലങ്ങളിൽ നിന്നും അവരുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്നും അവർ ഭക്ഷിക്കുവാൻ വേണ്ടി എന്നിരിക്കെ അവർ നന്ദി കാണിക്കുന്നില്ലേന്നാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇത്രയുള്ളൂ. എന്ത്? ഒന്ന്, നാം ഉപയോഗിക്കുന്ന ഭക്ഷണം ഹലാലും തൊയ്യുമായിരിക്കണം. രണ്ട്, നാം ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്, കുടിക്കുന്ന വെള്ളത്തിന്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന റിസ്ഖിന് നാം സദാ അവനോട് നന്ദി കാണിക്കുന്നവരാകണം. അള്ളാഹു തആല ഹലാലും തൊയ്യുമായ സമ്പത്ത് നേടാനും ഭക്ഷണം നേടിയെടുക്കാനും
അത് റബ്ബ് തൃപ്തിപ്പെട്ട മാർഗത്തിൽ മാത്രം ഉപയോഗിക്കാനും അള്ളാഹു നൽകുന്നതിന് അള്ളാഹ്ക്ക് നന്ദി കാണിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഒരു മുഅ്മിൻ ഭക്ഷണം കഴിക്കേണ്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചാണ്. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് മുഴുവനും വിശദീകരിക്കാൻ നമുക്ക് നിരവധി ഖുതുബകൾ ആവശ്യമാണ്. അതുകൊണ്ടൊരു ചുരുക്ക രൂപത്തിൽ മാത്രം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താണ് പരിമിതമായ സമയത്ത്. ഒന്നാമത്, നമുക്കൊക്കെ അറിയാം, നമ്മുടെ ബിസ്മി ചൊല്ലിക്കൊണ്ടാകണം ഭക്ഷിക്കേണ്ടത്. ബിസ്മി ചൊല്ലാതെ നമ്മൾ ഒരിക്കലും തീർത്ത് ഭക്ഷണം കഴിക്കരുത്. അഥവാ മറന്നാൽ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു അല്ലെങ്കിൽ ഫി അവ്വലഹു വആഖിറഹു എന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. രണ്ടാമത്, കഴിക്കുന്ന രീതി അത് വലത് കൈ കൊണ്ടായിരിക്കണം എന്നതാണ്. മൂന്നാമത്, അതിനൊരു പ്രത്യേക രീതി ഉണ്ട്. അതെങ്ങനെ ഇരിക്കണം? ഇരുന്ന് ഭക്ഷിക്കുക എന്നതാണ്. യാദൃശ്ചികമായി നിന്ന് ഭക്ഷിക്കുന്നതിന് വിരോധമല്ല, പക്ഷെ അതിന്റെ മര്യാദ ഇരുന്ന് ഭക്ഷിക്കുക, ഇരുന്ന് കുടിക്കുക എന്നതാണ് പഠിപ്പിക്കപ്പെട്ടത്. മാത്രമല്ല, ഒറ്റയ്ക്ക് കഴിക്കാതെ ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുക എന്നതാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്തിൽ നമ്മൾ കാണുന്ന മാതൃക. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇനി കഴിക്കുമ്പോൾ ഏറ്റവും അഫ്ളലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രയിലല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. തീന്മേശയിൽ നബി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. തീന്മേശയിൽ നബി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. സുപ്രയിലാണ് ഭക്ഷണം കഴിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാത്രങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നിടത്ത് ഒറ്റക്കൊറ്റക്ക് ഒരു പാത്രങ്ങളല്ല, ഒന്നിച്ചൊരു പാത്രമാണെങ്കിൽ അതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മുന്നിൽ നിന്ന് ഭക്ഷിക്കുക എന്നാണ്. ഒരു ഭക്ഷണം മാത്രമാണെങ്കിൽ. എന്നാൽ ഒരു പാത്രത്തിൽ വിവിധ ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലോ അപ്പൊ നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുക്കുന്നതിന് വിരോധമല്ല. ഒരു ഭക്ഷണം മാത്രമാണെങ്കിൽ അവനവന്റെ മുന്നിൽ നിന്ന് ഭക്ഷിക്കുക എന്നാണ്. മറ്റൊരു മര്യാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരിക്കലും ഭക്ഷണത്തിൽ ഊതരുതെന്നാണ്. വെള്ളത്തിലാകട്ടെ ഭക്ഷണത്തിലാകട്ടെ ഊതാൻ പാടില്ലെന്നാണ്. അതോടൊപ്പം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നബി പഠിപ്പിച്ചതാണ്, ആഹാരത്തെ ഭക്ഷണത്തെ ആക്ഷേപിക്കരുത്. വേണമെങ്കിൽ കഴിക്കുക, വേണ്ടെങ്കിൽ കഴിക്കണ്ട. മക്കള് ഗൗരവത്തിൽ മനസ്സിലാക്കണം. നിങ്ങൾക്കാണ് അധികം പ്രശ്നം ഉണ്ടായത്. ഒരു ഭക്ഷണം പറ്റിയില്ലെങ്കിൽ ആ ഭക്ഷണം ഉണ്ടാക്കിയവന്റെ നേരെയാണ് പിന്നെ തിരിയുക. ഉണ്ടാക്കിയതാരായിരിക്കും? ഉമ്മയായിരിക്കും. പിന്നെ ഉമ്മക്കില്ലാത്ത കുറ്റമൊന്നും ഉണ്ടാവില്ല. മക്കളത് ഭയങ്കര മോശമാണ്. ചില ഉമ്മാര് കുറച്ച് അഡ്വാൻസ് ആണെങ്കിൽ തിരിച്ചിങ്ങോട്ടും അതുപോലെ പറയും. അത് രണ്ടും പ്രശ്നമാണ്. അതുകൊണ്ട് ഭക്ഷണത്തെ ഇഷ്ടപ്പെട്ടാൽ അത് കഴിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോവുക. കുറ്റം പറയാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായി പഠിപ്പിക്കും. ഇത് ഓരോന്നും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് വിശദീകരിക്കാൻ നേരില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഒരിക്കലും ഭക്ഷണത്തെ നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. ഇനി സ്വാഭാവികമായിട്ടും കഴിക്കുമ്പോൾ എത്ര തന്നെ സുന്നത്തുകളൊക്കെ പാലിച്ച് കഴിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ കഴിക്കുമ്പോൾ കയ്യിൽ നിന്നും മറ്റും താഴേക്ക് വീണു പോകുന്ന ഭക്ഷണം അവസാനം അത് അങ്ങനെ അടിച്ചുവിട്ടിട്ട് കൊണ്ടിട്ട് പുറത്തു കളയില്ല. അല്ല, ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത്. പിന്നെയോ അത് എടുത്ത് വൃത്തിയില്ലെങ്കിൽ വൃത്തിയാക്കിയിട്ട് കഴിക്കണം എന്നാണ്. ഒരു മണി വറ്റ് പോലും നമ്മൾ ചോറുന്ന ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അത് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. എത്രത്തോളം വെച്ചാൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരലുകളൊക്കെ നക്കി തുടക്കണം. മാത്രമല്ല, വിരലുകൾ കൊണ്ട് പാത്രം ശരിക്കും തുടച്ചിട്ട് വീണ്ടും നക്കി തുടക്കേണ്ടതെന്ന്. അപ്പൊ നമ്മളിങ്ങനെ പറയും, അവന് കുറച്ചും കൂടി ചോറിട്ട് കൊടുത്താടാ, ആർത്തി കണ്ടില്ല. നീക്ക് പരിഹസിക്കും ആൾക്കാർ, കളിയാക്കും ആളുകൾ. വല്ലാഹുൽ മുസ്തആൻ. ആരെ കളിയാക്കണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആരെ കളിയാക്കുന്നത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്, ഇസ്ലാമിനെ കളിയാക്കുന്നത്. ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടതാണ്. എത്രത്തോളം വെച്ചാല് തിന്നുന്നിടത്ത് പാലിക്കേണ്ട മര്യാദകളിൽ പ്രധാനപ്പെട്ട ഒരു മര്യാദ എന്താ? ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിന് മാത്രം കഴിക്കുക. അനാവശ്യമായിട്ട് കഴിക്കേണ്ടതെന്ന്, ആവശ്യത്തിന് മാത്രം. ഞാൻ ഈ പറഞ്ഞ ഓരോ ഹെഡിങ്ങിന്റെ താഴെയും 4, 5, 6, 7 ഹദീസുകളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്തനുസരിച്ച് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കാം. പിന്നെയോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാഹ്, അള്ളാഹ്ക്കുള്ള ശുക്റാണത്. ആ ശുക്ർ പല ആൾക്കാരും മറന്നു പോകാറുണ്ട്.
അങ്ങനെ ഒരാൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്താൽ അവൻ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ കയ്യും വായും കഴുകണം എന്നാണ്. ഇത് നമ്മളിങ്ങനെ ആയിരിക്കും, ഇതിപ്പോ നമുക്ക് അറിയുന്നൊരു കാര്യമില്ല. നമുക്ക് അറിയുന്ന കാര്യമാണോ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ, ചര്യയിൽ, അവിടുത്തെ ജീവിതത്തിൽപ്പെട്ടതാണെന്നാണ്. ചില ഹദീത്തുകൾ കാണാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കയ്യും വായും കഴുകുക എന്നുള്ള വിഷയത്തിൽ. പക്ഷെ ഹദീത്തുകളെ സംബന്ധിച്ച് ചില ഖിലാഫുകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ചിലരത് ഹസനാണ്, ചില ത്വരീഖുകളിൽ ചില റിപ്പോർട്ടുകൾ ദുർബലത പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ കയ്യും വായും കഴുകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, പിന്നെ ഭക്ഷണം അവിടെ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം അവിടെ ബാലൻസ് വന്നതുണ്ട്, അതല്ലെങ്കിൽ എന്താ പറയുക മറ്റൊരാൾ കഴിക്കാൻ വേണ്ടി ബാക്കിയുണ്ടെന്നിരിക്കും, അത് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തുറന്നു വെച്ച് പോകുന്നൊരു സംസ്കാരം വരാൻ പാടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? അടുക്കളയിലാണെങ്കിലും മേശപ്പുറത്താണെങ്കിലും അതൊരു പാത്രം കൊണ്ട് മൂടി വെക്കണം എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് രാത്രിയായാൽ നിങ്ങൾ വെള്ളപ്പാത്രം മൂടി വെക്കണം, ഭക്ഷണപാത്രം മൂടി വെക്കണം. ഒന്നും കിട്ടിയില്ലെങ്കിൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടൊരു വിറകിന്റെ കൊള്ളിയെങ്കിലും അതിന്റെ മുകളിൽ കയറ്റി വെക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ കാണില്ലേ, കുറെ ഒരു പാത്രത്തിൽ അവിടെ കുറെ കിടക്കണ്ടാവും, കുറെ ഇവിടെ കിടക്കണ്ടാവും, കുറെ അപ്പുറത്ത് കിടക്കണ്ടാവും. അവസാനം ഇതൊന്നും ഇപ്പൊ ആരും കഴിക്കൂല എന്നിട്ട് ഒന്നിച്ച് കൂട്ടിയിട്ട് നേരെ വേസ്റ്റിലേക്ക് കൊണ്ടിടും. അതെന്തായാലും അള്ളാന്റെ റസൂലിന്റെ ചര്യയിൽപ്പെട്ടതേ അല്ല. അതുകൊണ്ട് ഭക്ഷണപാത്രം നമ്മൾ മൂടി വെക്കണം. കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അള്ളാന്റെ റസൂല് വിലക്കിയ ചില ഭക്ഷണപാത്രങ്ങളുണ്ട്, സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ ഒക്കെ പാത്രങ്ങൾ. അതിലൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തിന്നാനോ കുടിക്കാനോ പാടുള്ളതല്ല. ഇതൊക്കെ നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ തന്നെ ഭക്ഷണത്തോട് സമീപിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഭക്ഷണത്തിൽ അള്ളാഹു തആല നമുക്ക് ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ, മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക്, തൗഹീദുള്ള മാതാപിതാക്കൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അതില്ലാത്തവർക്ക് അള്ളാഹു തൗഹീദും മൻഹജും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.